MLA സ്ഥാനത്തു നിന്നുള്ള മുകേഷിന്റെ രാജി UDF നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നു. രാജിയിൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനം ഉയരുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും KPCC അധ്യക്ഷന് പോലും അങ്ങനെ ഒരു ആവശ്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. എൽദോസ് കുന്നപ്പള്ളി, M. വിൻസെന്റ് എന്നീ MLA-മാരുടെ മുൻ അനുഭവങ്ങളാണ് M. മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. CPI ആവശ്യപ്പെട്ടിട്ട് പോലും CPIM മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ടത്. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPM-ന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ എന്ന്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. 2016-ൽ M. വിൻസെന്റിനെതിരെയുണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതിനിടെ യൂത്ത് കോൺഗ്രസും UDF-ന്റെ ഘടകകക്ഷിയായ RSPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. 24 തിരുവനന്തപുരം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദീഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദീഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2016-ൽ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് മാതാപിതാക്കൾക്കൊപ്പം എത്തിയ നടിയെ കണ്ടിരുന്നുവെന്നും അതിനുശേഷം കണ്ടിട്ടില്ല എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് സന്ദർശക രജിസ്റ്ററിൽ നിന്ന് വ്യക്തം. 3 ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചത്. മുറിയുടെ നമ്പർ ഓർമ്മയില്ലെന്നായിരുന്നു നടിയുടെ മൊഴി. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും FIR-ന്റെയും പകർപ്പ് ആവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ M. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് കേസുകൾ. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇവരെ കൂടാതെ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അറസ്റ്റ് പേടിച്ച് താരങ്ങൾ മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ടമോടുമ്പോൾ പരാതികളിൽ പരിശോധന സജീവമാക്കി കയ്യടി നേടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.